അതിലൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം പറയുകയാണെങ്കിൽ, ഒരു ചേച്ചി ഒരു ദിവസം ഇങ്ങനെ തൻ്റെ 5 മക്കൾക്ക് മാമോദിസ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ വയ്ക്കാൻ വേണ്ടി വന്നു. ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, എന്താണ് ഭർത്താവുമായിട്ട് വരാതിരുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, ജോലിക്ക് പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഭർത്താവുമായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വന്നു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത്? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇവരുടെ ഭവനത്തിൽ കൊടുക്കാനുള്ള ആ സ്ത്രീധനം, അവിടെ പുരുഷധനമാണ്, അപ്പോൾ ആ പുരുഷധനം കൊടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചത് എത്ര രൂപയാണ്? പുള്ളിക്കാരൻ പറഞ്ഞത് 1,00,000 ഷില്ലിങ്, ടാൻസാൻ ഷില്ലിങ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടിലത്തെ 3,000 രൂപ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ജോലി ചെയ്യുന്നത്? ജോലി ചെയ്യുന്നൊരു ചെറിയൊരു കടയാണ്. അപ്പോൾ ബാക്കിയുള്ള ഫോമെല്ലാം പൂരിപ്പിക്കാനൊക്കെ ഫോമൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം അവർ പറഞ്ഞു വിട്ടു. പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കട സന്ദർശിക്കാൻ ചെന്നു. കടയല്ല, മറിച്ചൊരു റോഡ് സൈഡിൽ ചെറിയൊരു പലയൊക്കെ അടിച്ച് അതിലിങ്ങനെ തൊപ്പി, വാച്ച് ഇതൊക്കെ വിൽക്കുന്നു. അപ്പോൾ അവിടെ ഒരു ആശയം തോന്നിയിട്ട് പുള്ളിയോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു 50 വാച്ച് തരാമോ എന്ന് ചോദിച്ചു. ഒരു വാച്ചിൻ്റെ വില 1000 ഷില്ലിങ്ങാണ്, ഇവിടുത്തെ 30 രൂപ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ 50 എണ്ണം ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നീട് തന്നാലും മതി. അപ്പോൾ അദ്ദേഹം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ 50 വാച്ച് കൊണ്ടു തന്നു. 50 വാച്ചിന് 50,000 ഷില്ലിങ്ങാണ്, ട്രാൻസ്ഫർ ഷില്ലിങ്, ഇവിടുത്തെ ഒരു 1,500 രൂപ. പക്ഷേ അതിന് പകരമായിട്ട് അദ്ദേഹത്തിന് ഞാൻ 50,000 കൊടുത്തു, ഒരു 50,000 എക്സ്ട്രാ കൊടുത്തു. അങ്ങനെ അത് 1,00,000 ഷില്ലിങ്ങായിട്ട് മാറ്റി. അദ്ദേഹം ആ 1,00,000 കൊണ്ടുപോയി പുരുഷധനമായിട്ട് അവിടെ കൊടുക്കുകയും അവർ വിവാഹിതരായി. അതുപോലെ 5 കുട്ടികൾ മാമോദിസ സ്വീകരിച്ചു. ഈ 50 വാച്ച് കിട്ടിയത് അവിടെ കുർബാനയ്ക്കായിട്ടൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരു സംഘമാണ് കുട്ടികൾ. ആ കുട്ടികൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു.